ഹലോ ഗൈസ്, നമ്മൾ കക്കാടംപൊയിലേക്കുള്ള ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹനുമ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. നമ്മൾ ചെങ്ങായിമാരെല്ലാവരും കൂടെ ചുമ്മാ ഒന്ന് ചായ പിടിക്കാൻ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് വൈകുന്നേരം പോയി രാത്രി തിരിച്ചെത്തുന്ന രീതിക്ക് നമ്മൾ ഇവിടെ അടുത്ത് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. കക്കാടംപൊയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകല്ലേ. ഞങ്ങൾ പെട്ടിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ഇറങ്ങാൻ തന്നെ ഭയങ്കരമായിട്ട് വൈകി. പിന്നെ സ്കൂൾ വിടുന്ന ടൈമായും കൂടെ ട്രാഫിക്കും ഭയങ്കരം. പിന്നെ നമ്മൾ എപ്പോഴും എത്താമെന്ന് അറിയില്ല. എന്തായാലും അങ്ങോട്ട് പോകന്നെ. ഈ സ്ഥലത്ത് കൂടെ സ്ഥിരം ആന ഇറങ്ങുന്നതാണ് അല്ലേ? എനിക്കറിയില്ല. നീ നാട്ടിൽ ഇറങ്ങിയിട്ടാണ്. കഴിഞ്ഞ മാസം കൂടെ ആന ഇറങ്ങി സീനുണ്ടാക്കി പിടിക്കാൻ വന്ന വണ്ടി കിടന്നാട്ടോ. നമ്മൾ കക്കാടംപൊയിക്ക് പോണ റൂട്ടാണിത്. നമ്മൾ പോരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ചായ കുടിച്ച് അവിടെ നിന്ന് പഴംപൊരി ചോദിച്ചില്ല പട്ടി. പിന്നെ നമ്മള് മൊത്തം 5 പേര്. പറയാനില്ല കഴിച്ചാൽ പോട്ടെ. ഇതാണ് റബ്ബർ തോട്ടം. കാടാന്നും പറഞ്ഞിട്ട് പറ്റിയാണ് കഴിച്ചു. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത് ബൈ. നമ്മൾ ഏകദേശം എത്താനായിട്ട് ചുരം കയറിക്കൊണ്ടിരിക്കുക. നല്ല മഴയുണ്ട്, നല്ല അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. എന്തെങ്കിലും സെറ്ററോ എന്തെങ്കിലുമൊക്കെ ഇട്ട് പോകാൻ മതിയോ. നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇവിടെ ചെറിയ മഴച്ചാറ്റിലൊക്കെ വന്നു തുടങ്ങിയിട്ട്. കൂടുതൽ ഓവറാക്കല്ലേ കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മൾ കക്കാടംപൊയി താണ്ടെ ഏകദേശം എത്തി. നല്ല കോടയുണ്ട്. ചെറുതായിട്ട് താണ്ട് ഇരുട്ടൊക്കെ വന്നു തുടങ്ങി. സന്ധ്യ ചെയ്ത് നമ്മൾ എത്തി കഴിഞ്ഞപ്പോൾ മഴ ചെറുതായിട്ട് താണ്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊള്ളാം, അറൗണ്ട് ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. പാർക്കിംഗ് ഏരിയ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ അവിടെ നമ്മൾ നടന്ന് കയറാൻ വേണ്ടി നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ വരുന്ന ആൾക്കാരൊന്നും പ്ലാസ്റ്റിക്കുകളും മറ്റൊന്നും അവിടെ ഇടാണ്ടിരിക്കുക. നമുക്ക് ആ ഒരു സ്ഥലത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഇനിയും ആൾക്കാർക്ക് കാണാനുള്ള സ്ഥലമാണ്. സോ നമ്മൾ വന്നിട്ട് അത് മോശമാക്കി പോകാണ്ടിരിക്കുക. ആ ശബ്ദത്തിനോടമ നല്ല കയറ്റാണ് കൈസ്. ഒത്തിരി നടക്കാനുണ്ട്. പക്ഷേ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടല്ലോ, അടിപൊളി വ്യൂ ആട്ടോ. നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല. കോട നമുക്ക് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ കോട ഒരു രക്ഷയില്ല. ഇപ്പോൾ മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ വെള്ളം. എന്തായാലും മഴയില്ല. നമ്മൾ വന്നപ്പോൾ കയറ്റി വിട്ടിട്ടുണ്ട്. 2 സ്ഥലം വന്നിട്ടുണ്ട്. ഇതിലൂടെ മുകളിലേക്ക് കയറാതാ. അവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ താണ്ടെ ലാസ്റ്റ് മുകളിലേക്ക് ഇതിലൂടെ തന്നെ കയറാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിൻ്റെ കയറാൻ കുഴഞ്ഞ കേസ്. അതാണ് കയറിച്ചിട്ട് വയ്യ. ഓഫ്, ഒരു രക്ഷയില്ല നമുക്ക്. നമ്മൾ മറ്റേ ആൻമേരിയ കലിപ്പിലാണ്. അതിനകത്ത് ഏഞ്ചലിനെ കാണുന്ന ഒരു സീനില്ലേ, അതിൽ ആ കുട്ടി കയറി പോണേ, ഏകദേശം അതേപോലെയൊക്കെ. ദുൽഖർ പോയ വഴി ഇത് അതൊന്നല്ല, പക്ഷേ അതേപോലെ ഉണ്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനിയുണ്ട് ഗൈസ്, ഒത്തിരി കാരണം ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കാണുപോലുമില്ല. ഫുള്ള് കോട കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്. നമ്മുടെ മലപ്പുറത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ വിശ്വസിക്കുക. അടിപൊളി. പുല്ലിക്കൂടി ഇങ്ങനത്തെ ഷോട്ട് എടുക്കാം.
നമ്മളെ പയ്യന്മാരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ ഞാനാണ് ഈ സ്പോട്ട് റെക്കമെൻഡ് ചെയ്തത്. അതെ അതെ ആ മുന്നിൽ പോകണാണ് ഇതിനെതിരുന്നത്. ഈ വ്യൂ നോക്ക്, നല്ല രസമൊന്നുമില്ല. ഒരു 10 എത്ര കൊടുക്കാൻ മതി. അടിപൊളി. അസൂയക്കാരങ്ങൾ കമന്റ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ല? ഇതൊക്കെ മലപ്പുറം ജില്ലയിൽ നോക്കലാന്ന് പറയാം. നമുക്ക് മലപ്പുറംകാർക്ക് ഉണ്ട്. നമ്മളിങ്ങനെ പല പല എന്താ പറയുക കാലാവസ്ഥകൾ ഇങ്ങനെ നമ്മുടെ മലപ്പുറത്ത് ഇങ്ങനെ കണ്ടുവരും. അതിലൊന്നാണിത്. അടിപൊളി. ആ കുന്ന് കയറി മണ്ടേ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും ഉപ്പാട് ഇളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിറച്ച് ഫോഗായിരുന്നു. അപ്പോൾ താഴെയുള്ള വ്യൂ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റോളം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോഗൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങി. അപ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ പാടി ഷാറുഖ് ഖാൻ്റെ പോസൊക്കെ ഇട്ട് കുറച്ച് വീഡിയോയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പയ്യെ ഒരു 7-7:30 ആയപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങി. ഇരുട്ടായി തുടങ്ങിയല്ലോ, കാടും അല്ലേ, അപ്പോൾ അധികം നേരം നിൽക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡൊക്കെ അടിച്ച് പിന്നെ ഓരോരുത്തരെ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവിടാനായിരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വ്ലോഗായിട്ടോ ഒക്കെ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.